ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സംഭവബഹുലമായ ഒരു കലാശ പോരാട്ടമായിരുന്നു ആഫ്കോണിൽ നടന്നിരുന്നത്. മൊറോക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ സെനഗലിന് കഴിഞ്ഞിരുന്നു. പക്ഷേ മൊറോക്കോക്ക് നിർണായകമായ ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. അത് ബ്രാഹിം ഡയസ് പനയങ്ക കിക്ക് എടുത്തുകൊണ്ട് പാഴാക്കുകയായിരുന്നു. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് ബ്രാഹിമിന് ഇപ്പോൾ ലഭിക്കുന്നത്. വലിയ രൂപത്തിലുള്ള അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ട്രോളുകളും വിമർശനങ്ങളുമൊക്കെ നല്ല രൂപത്തിൽ ബ്രാഹിമിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം മൊറോക്കോയുടെ 50 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്താനുള്ള ഒരു അവസരമായിരുന്നു അതിലൂടെ ബ്രാഹിമിന് ലഭിച്ചിരുന്നത്. പക്ഷെ അത് അദ്ദേഹം പാഴാക്കുകയായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ ക്രൂശിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് PSG പരിശീലകനായ ലൂയിസ് എൻറിക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ബ്രാഹിം ഒരു കൊലപാതകിയോ അതല്ലെങ്കിൽ ഒരു മോശം വ്യക്തിയോ അല്ല, ഇത് ജസ്റ്റ് ഒരു സ്പോർട്സ് മാത്രമാണ് എന്നൊക്കെയാണ് എൻറിക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രാഹിമിന്റെ പനയങ്ക കിക്കിനെ കുറിച്ച് ഞങ്ങൾ ബസ്സിൽ വെച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. ഫുട്ബോൾ ദൈവമായ സിദാൻ വേൾഡ് കപ്പ് ഫൈനലിൽ അടിച്ച ആ ഒരു പനയങ്ക പെനാൽറ്റിയാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് ഫലം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കും, പക്ഷെ അത് പാഴായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വിമർശനങ്ങൾ ലഭിക്കുകയും ചെയ്യും. ബ്രാഹിമിനെ എനിക്കറിയാം, അവൻ അസാധാരണമായ കഴിവുള്ള ഒരു താരമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അവിടെ സംഭവിച്ചത്, ന്യായമായ ഒന്നല്ല. പക്ഷേ ഇത് കേവലം ഒരു സ്പോർട്സ് മാത്രമാണ്, അല്ലാതെ ബ്രാഹിം ഡയസ് ഒരു കൊലപാതകിയോ അതല്ലെങ്കിൽ ഒരു മോശം വ്യക്തിയോ അല്ല, അദ്ദേഹത്തെ ക്രൂശിക്കരുത്. ഇതാണ് ബ്രാഹിമിനെ കുറിച്ച് ലൂയിസ് എൻറിക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് അമിതമായി വിമർശനങ്ങളിലേക്കോ പരിഹാസങ്ങളിലേക്കോ അധിക്ഷേപങ്ങളിലേക്കോ പോകാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ടൂർണമെന്റിലെ ഗോൾഡൻ ബൂട്ട് നേടിയത് ബ്രാഹിമാണ്. പക്ഷെ ആ ഒരു പെനാൽറ്റിക്ക് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില അത് വളരെ വലുതാണ്. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.